CPM-നെ പൂട്ടാൻ ഇടി. എന്താണ്? അന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. എന്താ സഖാവെ പേടിച്ചോ? വീട്ടില് അയ്യപ്പന്റെ സ്വർണം വല്ലതും ഇരിപ്പുണ്ടോ? ഈ അഴിമതിക്കാരോടുള്ള ബന്ധമൊക്കെ ഞാൻ എന്നേ അവസാനിപ്പിച്ചു. അഴിമതി പുറത്തു വരുമ്പോ നിങ്ങളുടെ ക്യാപ്റ്റൻ പറയാറില്ലേ എനിക്കിതിലൊന്നും പങ്കില്ലാന്ന്? അതുപോലെയാണ്. ആ മാൻട്രക്കിന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മൂപ്പര് പണ്ടൊരു പ്രാവിനെ പറത്തി വിട്ടു. അത് തലയും കുത്തിയാ വന്ന് വീഴുന്നേ. അന്ന് തുടങ്ങി ഈ കഷ്ടകാലം. ആ തിരിച്ചറിവ് നല്ലതാ. 10 വർഷമായിട്ട് വികസനത്തിന്റെ പേരും പറഞ്ഞ് കട്ടുമുടിക്കല്ലേ ഓമാര് ചെയ്യണേ? അത് മാത്രോ, അവകാശങ്ങൾ ചോദിച്ച് ആരെങ്കിലും പോയാ വലിയ രാജാവ് ചമയെ കടക്ക് പുറത്തെന്ന് പറയുന്നതാണ് അങ്ങേരുടെ രീതി. എന്തിന്? ആരോഗ്യരംഗത്തുനിന്ന് വരെ കുറെ കൊള്ളയടിച്ചിട്ടുണ്ട്. കൊറോണ സമയത്ത് PP കിറ്റ് വരെ കാശും തട്ടിച്ചു. അപ്പൊ കരുവന്നൂർ ബാങ്കിൽ നിന്നും കണ്ടല ബാങ്കിൽ നിന്നും കോടികൾ മുക്കിയൊക്കെ നീ മറന്നാ? കേന്ദ്രത്തിന്റെ ആവാസ് യോജനയുടെ പേരും മാറ്റി ലൈഫ് മിഷൻ ആക്കി അതിൽ നിന്നും കുറെ കട്ടുപിടിച്ചു. ഈ കട്ടതിന്റെയും തട്ടിയതിന്റെയും കണക്കെടുക്കാൻ നിന്നാ ജയിലിൽ കിടക്കുന്ന കള്ളന്മാർക്ക് അത് നടക്കേടാവും. അവരെക്കാൾ വലിയ കള്ളന്മാരാണല്ലോ കേരളം ഭരിക്കുന്നത്. സത്യം. കക്കലൊന്നും പോരായിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് കുറെ എണ്ണത്തിന് ജോലിയും ഉന്നത വിദ്യാഭ്യാസമുള്ള സൗകര്യം ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ. അതിപ്പോ വിദ്യാഭ്യാസ മേഖലയുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെ കണക്കാ. അപ്പൊ ഇതല്ല ഇതിന്റെ അപ്പുറം ഇവിടെ നടക്കും. എന്തായാലും ഒക്കെ അവസാനിക്കാൻ പോവാ. കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് അതിനുള്ള ഒരു സാമ്പിൾ പഠിക്കട്ടെ. ഭക്തരെ കുറെ കണ്ണീര് കുടിപ്പിച്ചില്ലേ, അതിന്റെ ഫലമായി അനുഭവിക്കുന്നത് ആയിരിക്കും. സമത്വം സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റിയും കൊടുത്ത് കുറെ എണ്ണത്തിനെ മലകയറ്റാൻ നോക്കിയില്ലേ? അമ്പലങ്ങളായ അമ്പലങ്ങളിലെ മുതലുകൾ മുഴുവൻ കട്ടുമുടിച്ച് പ്രസാദത്തിന് വരെ മായം ചേർത്തു. ഈ പാപത്തിന്റെ ഫലമൊക്കെ അനുഭവിക്കാതെ എവിടെ പോവാനാ? എന്ത് ചെയ്യാൻ? അഴിമതിക്കാരെയും കഞ്ചവടത്തരെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇത്രയും നാളും ഞങ്ങൾ തലയിലെടുത്ത് വെച്ചത്. എന്തായാലും തെറ്റ് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നാടിനും ജനങ്ങൾക്കും കൊള്ളാം. ഇല്ലെങ്കിൽ ഇതിനും വലുതായിരിക്കും വരാൻ പോണത്.